ഇന്നലെ റിപ്പോർട്ടർ ചാനലിന്റെ മുതലാളിയുടെ പ്രസ്താവന നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ? ഷാഫി പറമ്പിൽ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്താണെന്നറിയോ? അവിടെ മുസ്ലിം ഏകീകരണം നടക്കുകയും ഇവിടെ ഹിന്ദു ഏകീകരണം നടക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ചിലപ്പം കേരളത്തിലെ മുസ്ലിങ്ങളൊക്കെ ഏതെങ്കിലും ഒരു മുസ്ലിം നാമധാനി നിന്ന് കഴിഞ്ഞാൽ, സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് കഴിഞ്ഞാൽ അയാൾക്കങ്ങ് വോട്ട് ചെയ്യും എന്നാണ് ഇയാൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇയാളത് അബദ്ധത്തിൽ വരുന്നൊന്നല്ല. ഇത് ഇയാളുടെ ഉള്ളിലുള്ള കാസ തീവ്രവാദം പുറത്തേക്ക് വന്നതാണ് നമ്മളെ കണ്ടത്. കേരളത്തിൽ 2 വിഭാഗം ജനങ്ങളെ ഉള്ളൂ. ഒന്ന് കൃത്യമായിട്ട് രാഷ്ട്രീയ പാർട്ടിയിലുള്ള അണികൾ, അവരവരുടെ രാഷ്ട്രീയ പാർട്ടിക്ക് കൃത്യമായിട്ട് വോട്ട് ചെയ്യുന്ന ഒരു വിഭാഗം. മറ്റൊരു വിഭാഗം എന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പേ നടന്ന ഭരണം വിലയിരുത്തിയിട്ട് അതിലെന്തെങ്കിലും പാളിച്ചകളുണ്ടോ, നമ്മളെ സ്വന്തം MLA എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ അയാൾ നമ്മുടെ നാട്ടിന് വേണ്ടി എന്ത് ചെയ്തു എന്നൊക്കെ നോക്കിയിട്ട് വോട്ട് ചെയ്യുന്ന ആളുകളാണ് കേരളത്തിലുള്ളത്. അല്ലാതെ റിപ്പോർട്ടർ ചാനൽ ഉടമ പറയും പോലെ ഇവിടെ മതം നോക്കി, പേര് നോക്കി വോട്ട് ചെയ്യുന്ന ഒരു സമ്പ്രദായം ഇന്നേ വരെ കണ്ടിട്ടില്ല. ഇത്തരം വർഗീയത പ്രചരിപ്പിക്കുന്ന ഇതുപോലുള്ള ചാനലുകളുണ്ടല്ലോ, പൂർണ്ണമായിട്ടും കേരളത്തിലെ ജനങ്ങൾ ബഹിഷ്കരിക്കുകയാണ് ചെയ്യേണ്ടത് സത്യത്തിൽ.